ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 3. തിബരിയാസ് സീസറിന്റെ ഭരണത്തിന്റെ 15-ാം വർഷത്തിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയയുടെ ഗവർണറും ഹെരോദാവ് ഗലീലിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യ ത്രഗോനിത്തി പ്രദേശങ്ങളുടെയും ലൂസാന്യാസ് അബിലേനയുടെയും ഇടപ്രഭുക്കന്മാരും ആയിരിക്കുമ്പോൾ, ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായിരുന്ന കാലത്ത് തന്നെ സഖറിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അദ്ദേഹം യോർദാൻ നദിയുടെ സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് പാപക്ഷമയ്ക്കായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഇതാണ് മരുഭൂമിയിൽ ഉറക്കെ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി തയ്യാറാക്കുക, അവിടുത്തെ പാതകൾ നേരെയാക്കുക. എല്ലാ താഴ്വരകളും നികത്തപ്പെടും, എല്ലാ മലകളും കുന്നുകളും നിരപ്പാക്കപ്പെടും, വളവുകൾ നേരെയാകുകയും ദുർഘടപാതകൾ സുഗമമാക്കപ്പെടുകയും ചെയ്യും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്ന് യെശയ്യാ പ്രവാചകന്റെ വചനങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ. സ്നാപനത്തിനായി തന്റെ അടുത്തേക്ക് വന്ന ജനക്കൂട്ടത്തോട് യോഹന്നാൻ ഇങ്ങനെ ചോദിച്ചു: സർപ്പസന്തതികളെ, വരുവാനുള്ള ക്രോധത്തിൽ നിന്നും ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? അതിനാൽ മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം കായ്ക്കുക. ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് എന്ന് സ്വയം പറഞ്ഞു തുടങ്ങേണ്ട. എന്തെന്നാൽ ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യത്തിൽ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടി തീയിൽ എറിഞ്ഞു കളയും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ജനക്കൂട്ടം യോഹന്നാനോട് ചോദിച്ചു. അതിന് ഉത്തരമായി, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനുമായി അത് പങ്കുവയ്ക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് യോഹന്നാൻ പറഞ്ഞു. നികുതി പിരിക്കുന്ന ചിലരും സ്നാനമേൽക്കുവാൻ വന്നു. അവർ അദ്ദേഹത്തോട്, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികമായി ഒന്നും ഈടാക്കരുത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ചില പട്ടാളക്കാർ അദ്ദേഹത്തോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം അവരോട്, ബലം പ്രയോഗിച്ചോ വ്യാജക്കുറ്റം ചുമത്തിയോ പണം വാങ്ങരുത്, നിങ്ങളുടെ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞു. യോഹന്നാൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ ചിന്തിച്ചും ജനമേറെ പ്രതീക്ഷയിലും ആയിരിക്കുമ്പോൾ, യോഹന്നാൻ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരാൾ വരുന്നു. അദ്ദേഹത്തിന്റെ ചെരിപ്പിന്റെ വള്ളി അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. തന്റെ കൈകളിലെ വീശുമുറം കൊണ്ട് താൻ ധാന്യം മെതിക്കുന്ന കളം നന്നായി വൃത്തിയാക്കുകയും ഗോതമ്പ് ധാന്യപ്പുരയിൽ ശേഖരിക്കുകയും ചെയ്യും. എന്നാൽ പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. മറ്റു പല ഉത്ബോധനങ്ങളാലും അദ്ദേഹം ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചു. സഹോദരന്റെ ഭാര്യയായ ഹെരോദിയെ സ്വന്തമാക്കിയത് കൂടാതെ താൻ ചെയ്തു കൂട്ടിയ സകല ദോഷങ്ങളും നിമിത്തം ഇടപ്രഭുവായ ഹെരോദാവിനെ യോഹന്നാൻ ശാസിച്ചിരുന്നു. അതിനാൽ അയാൾ യോഹന്നാനെ കാരാഗൃഹത്തിൽ അടയ്ക്കുക എന്ന ദോഷവും കൂടി ചെയ്തു. ഇതിനിടെ ജനമെല്ലാം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന് സ്നാനം സ്വീകരിച്ചു. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ നന്നായി പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സായിരുന്നു. താൻ യോസഫിന്റെ മകനാണെന്ന് ജനം വിചാരിച്ചു. യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസഫിന്റെ മകൻ, യോസഫ് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഖായിയുടെ മകൻ, നഖായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ശെമയിയുടെ മകൻ, ശെമയി യോസഫിന്റെ മകൻ, യോസഫ് യോധയുടെ മകൻ, യോധ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സൊരബാബേലിന്റെ മകൻ, സൊരബാബേൽ ശലഥിയേലിന്റെ മകൻ, ശലഥിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏറിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു ഏലിയസറിന്റെ മകൻ, ഏലിയസർ യോരീമിന്റെ മകൻ, യോരീം മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ശിമ്യോന്റെ മകൻ, ശിമ്യോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസെഫിന്റെ മകൻ, യോസഫ് യോനാമിന്റെ മകൻ, യോനാം
ഏലിയാക്കീമിൻ്റെ മകൻ, ഏലിയാക്കീം മെല്യാവിൻ്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തഥയുടെ മകൻ, മത്തഥ നാഥാന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഈശായിയുടെ മകൻ, ഈശായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹശോന്റെ മകൻ, നഹശോൻ അമ്മീനാദാബിന്റെ മകൻ, അമ്മീനാദാബ് ആരാമിന്റെ മകൻ, ആരാം അർണിയുടെ മകൻ, അർണി എസ്രോന്റെ മകൻ, എസ്രോൻ പാരസിന്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരഹിന്റെ മകൻ, തേരഹ് നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഗിന്റെ മകൻ, സെരൂഗ് രഘുവിന്റെ മകൻ, രഘു ഫാലഗിന്റെ മകൻ, ഫാലഗ് എബേരിന്റെ മകൻ, എബേർ ശാലാമിന്റെ മകൻ, ശാലാം കായിനാന്റെ മകൻ, കായിനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരദിന്റെ മകൻ, യാരദ് മെലല്യോന്റെ മകൻ, മെലല്യാൻ കായിനാന്റെ മകൻ, കായിനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.